പ്രതീക്ഷിക്കാം. ഞാൻ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ കളികൾ വെച്ച് പറയണം. 50 to 60 crores വെച്ചൊരു പടം മലയാളത്തിലേക്ക് വരുന്ന ഒരു വില്ലേജ് ഏരിയയിൽ കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ ഹൗ ഇസ് ദ പ്രീ പ്രൊഡക്ഷൻ ഗോയിങ്? ഫുൾ സ്വിങ്ങിലാണോ അതോ ക്യാൻ വി എക്സ്പെക്ടഡ് സൂൺ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ്? ഇനി എത്ര നാൾ വെയിറ്റ് ആണ്? അല്ല, ഈ പറയുന്ന ഇപ്പം ARM നമുക്ക് എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു 20-25 crores കിട്ടുമ്പോഴത്തേക്ക് എങ്ങനെ ഒരു 50 crores ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 50 to 60 crores ഫിലിം ചെയ്യുമ്പോഴത്തേക്ക് ഒരു 100 crores ഫിലിമിൻ്റെ ലുക്ക് തോന്നിക്കണം. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് 50 കോടിക്ക് 100 കോടിയുടെ സിനിമ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. കാരണം എനിക്കങ്ങനെ ഓവർ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നതിലോട്ട് താല്പര്യമില്ല. നമ്മളൊരു സ്പെസിഫൈഡ് ബഡ്ജറ്റിൽ തന്നെ ഇതാവുക, നമ്മൾ ആ മുടക്കുന്ന ഫണ്ട് പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ടി പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറിന് അതുകൊണ്ട് നേട്ടം ഉണ്ടാവും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമ കൊണ്ട് എൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസറിന് എന്തായാലും ഒരു നഷ്ടം വന്നിട്ടില്ല. അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഇത്രയും വലിയ ബഡ്ജറ്റ് ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സിനിമയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള റിക്കവറി വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിറ്റിലോ അല്ലെങ്കിൽ നമ്മളിപ്പം സംസാരിക്കുമല്ലോ ജിതിന്, നമ്മളിപ്പോൾ പല ഫിലിം പ്ലാറ്റ്ഫോംസിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ആദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ARMൻ്റെയൊക്കെ റിലീസിന് മുമ്പ് ഈ ജിതിൻ ലാൽ ആരെന്നറിയില്ല, നവാഗത സംവിധായകനാണ്, ഇത്ര വലിയ ബഡ്ജറ്റിൽ ഏകദേശം 130 ദിവസത്തോളം ഷൂട്ട് പോയതാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ടൊവിനോ ആ കുതിരയോടൊപ്പം നിൽക്കുന്ന പോസ്റ്റ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. 118-120 ദിവസത്തോളം ഷൂട്ട് പോയതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു പുതിയ സംവിധായകന് എന്ത് വിശ്വസിച്ചാണ് ഇത്രയധികം പൈസ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതെന്നൊരു ചോദ്യം പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ സംസാരിച്ചപ്പോൾ കണ്ടിട്ടുള്ളതാണ്. പലർക്കും ഞെട്ടലായിരുന്നു അത്. വീണ്ടും രണ്ടാമത്തെ സിനിമ ഈ ഒരു സ്കെയിലിൽ വരുമ്പോൾ പോലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ യു പ്രൂവ്ഡ് ഇറ്റ് റൈറ്റ്. ഫസ്റ്റ് പടത്തിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും സെക്കൻഡ് പടത്തിൽ നമുക്ക് ബഡ്ജറ്റ് കൂടുതലാണ്, കിട്ടാൻ ഇപ്പോഴും പാടാണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പടത്തിൽ എത്രമാത്രം പാടുണ്ടായിരുന്നു നമ്മൾ പിച്ച് ചെയ്ത് ഇത്രയും ബഡ്ജറ്റ് ഉണ്ടെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ? അല്ല, സിനിമ എപ്പോഴും ഒരു ജേണിയാണ്. അതിനൊരു സ്ട്രഗിൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ARMന് അതുപോലൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ വിശ്വസിച്ച് ആദ്യം UGM ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ബഡ്ജറ്റ്, ഇങ്ങനൊരു ബഡ്ജറ്റ് വരും എന്നുള്ളൊരു കണക്കിലേക്ക് മാറിയപ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ബഡ്ജറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ പറയുന്ന ഒരു 23-25 ക്രോസിലേക്ക് വരും എന്നുള്ളത് നമുക്കറിയായിരുന്നു. അങ്ങനെയാണ് ലിസ്റ്റിൻ ചേട്ടൻ ജോയിൻ ആവുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു പ്രീ വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് സ്റ്റോറി ബോർഡ് ആണെങ്കിലും പ്രീവിയസ് ആണെങ്കിലും എൻ്റെ ടെക്നീഷ്യൻസിനെയും പ്രൊഡ്യൂസേഴ്സിനെയും കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ദിസ് മച്ച് ക്യാൻവാസ് വി ആർ ബിൽഡിംഗ് എന്നുള്ളൊരു സാധനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു ട്രസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പം ലോഗോ പോലത്തെ ഉള്ളൊരു സിനിമ സംഭവിക്കുമ്പോഴത്തേക്ക് DQൻ്റെ പോലത്തെ ഒരു പ്രൊഡക്ഷൻ അത്രയും ബാക്ക് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ ബിഗർ ക്യാൻവാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അതിൽ ട്രസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ മണി ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് കുറച്ചുകൂടെ പഠിക്കേണ്ടതായിട്ടുള്ളതെന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ലിമിറ്റ്സ് പുഷ് ചെയ്തിട്ട്, ഇപ്പോൾ കാന്തര ഫസ്റ്റ് അവർ ചെയ്ത സിനിമയുടെ ബഡ്ജറ്റല്ല അവർ രണ്ടാമത് ചെയ്ത സിനിമ. അപ്പോൾ മണി ഫ്ലോ, മണി ഇട്ട് കാശിട്ട് കാശ് വാരൽ എന്നുള്ളൊരു പരിപാടിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാൻവാസ് മനസ്സിലാക്കി ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ സൈഡും അതിനനുസരിച്ച് അതിലൊരു അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി വളരണമെങ്കിൽ അങ്ങനത്തെ
പ്രൊഡക്ഷൻ ഹൗസുകളും ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിലേക്ക് ഇനി വരും വർഷങ്ങളിൽ കുറച്ചുകൂടെ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോഴും ബഡ്ജറ്റിന്റെ കൺസ്ട്രെയിൻസിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടി ആയതുകൊണ്ട് ചോദിക്കുക. പക്ഷേ ആദ്യം ഒരു ചോദ്യം അതിലേക്ക് പോകാം. ഇപ്പോൾ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ഇത്തവണ സംസ്ഥാന ജൂറി പുരസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേവനന്ദ ഒക്കെ പോസ്റ്റ് ഇട്ട് രംഗത്തെത്തിയപ്പോൾ ദേവനന്ദ പറഞ്ഞിരുന്ന ഒരു പേര് അജയന്റെ രണ്ടാം മോഷ്ടമാണ്. ഇതിനകത്തുള്ള ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചവരുടെ പെർഫോമൻസിനെ പറ്റി അല്ലാണ്ട് സംസാരിച്ചിരുന്നു. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ആ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് കൊണ്ടും അതിലുള്ള ബാലതാരങ്ങൾക്ക് അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമവും കൂടി കാരണം, ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടാത്തതിനുള്ള വിഷമം കൂടി കാരണം സംവിധായകനോട് ചോദിക്കുന്നതാണ്. അല്ല, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. ഇപ്പം കുട്ടികളല്ല, ഈ അവാർഡ് വന്നതിൽ കിട്ടാത്ത പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അതിനോടുള്ളൊരു വിഷമം ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഒരു ജൂറി എന്ന് പറയുന്നത് ഒരു 7 പേര് അടങ്ങുന്ന ഒരു സമിതിയാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിനെ നമ്മൾ എന്തായാലും മാനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാനലിലേക്ക് ഇത് എത്തുമെന്നും അതിലേക്ക് നമ്മൾ ഈ സിനിമ അയക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു രീതിയാണല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ അതർ സൈഡും കൂടെ നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ശരി എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. അപ്പോൾ പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഓൺ ഫ്യൂച്ചർ അങ്ങനത്തെ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജൂനിയർ നമ്മുടെ കിഡ്സായിട്ടുള്ള കുട്ടികളുടെ ഇത് ഇപ്പോൾ ARMലാണെങ്കിലും നമ്മൾ ആ കുട്ടിക്കാലം കാണിക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് തന്നെയാണ് അവർ രണ്ടുപേരും പെർഫോം ചെയ്തത്. അപ്പോൾ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഇനിയും നമ്മളതിന് പരിശ്രമിക്കുക, അത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ടൊവിനോയ്ക്ക് മികച്ച നടൻ അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമം സംവിധായകൻ രീതിയിലുണ്ടോ? 3 കഥാപാത്രമൊക്കെ ആയിട്ട് ചെയ്യിപ്പിച്ച് 3 രീതിയിലാണ് പെർഫോം ചെയ്യിപ്പിച്ചത്. ടൊവിനോയെ പിഴിഞ്ഞെടുത്തെന്നൊക്കെയാണ് നമ്മൾ ആ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വിഷമമുണ്ടോ സംവിധായകന്? ഇല്ല, അങ്ങനെ എനിക്ക് ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്തൊരു സിനിമ ഫൈനൽ റൗണ്ടിൽ ഈ പറയുന്ന ഒരു മത്സരത്തിനൊരു 5 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വന്നു എന്ന് പറയുന്നതിൽ തന്നെയാണ് എൻ്റെ സന്തോഷം. അത് അങ്ങനെ പരിഗണിച്ചതിൽ തന്നെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്നത്. ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ ആദ്യം തന്നെ സ്റ്റേറ്റ് അവാർഡ്സിൽ മികച്ച VFX കിട്ടുന്നു. ഒരു ഡ്രീം തുടക്കമല്ലേ ഇതിന്? സത്യം പറഞ്ഞ ഡ്രീം തുടക്കമല്ലേ? ഏതൊരു പുതിയ സംവിധായകനെ ആഗ്രഹിക്കുന്ന ഒരു തുടക്കം. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗോവ ചലച്ചിത്രമേളയിലും കൂടി ആകുമ്പോഴേക്കും ഒരു ഡ്രീം സ്റ്റാർട്ടല്ലേ? അത് തന്നെയാണ്. ഇതെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആഗ്രഹിച്ചിട്ടുള്ളത്. അതൊരു 10 വർഷത്തെ ജേണി ഉണ്ട്. അല്ലെങ്കിൽ ആ 10 വർഷത്തെ ആ ഒരു സ്ട്രഗിള് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കംപ്ലീഷനിലേക്കും അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ എടുത്ത ആ 10 വർഷത്തെ എനിക്ക് ഭയങ്കര പേഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ അടുത്ത സിനിമയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്ര പേഷ്യൻസ് ഇല്ല. അടുത്ത സിനിമയുടെ അനൗൺസ്മെന്റ് വേഗം ഇറക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രമാത്രം ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ യുവർ നെക്സ്റ്റ് പ്രോജക്ട് വിത്ത് പൃഥ്വിരാജ് (?) എന്നുള്ളതാണ്. എനിക്കറിയില്ല, ഞാനത് പറയുന്നില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ഇതിന്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അത് ഇപ്പോൾ വന്ന് സംസാരിച്ചാവട്ടെ. ഇനി ഗോവയിൽ 12 വർഷം പോയതുപോലെ ഇത്തവണ ടീമുമായിട്ട് അവിടെ പോയി ഗസ്റ്റ് ആയിട്ട് പോട്ടെ. ആൻഡ് ഡ്രീം സ്റ്റാർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും ARM ടീമിനും ഓൾ ദി ബെസ്റ്റ്. ടീമായിട്ട് ഞങ്ങൾ റെഡ് കാർപ്പറ്റിൽ വാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഒരു ഡ്രീം, അത് നടക്കുന്നു. ആൻഡ് താങ്ക് യു എല്ലാവർക്കും. ജനങ്ങൾ ആണ് സിനിമ ആദ്യം വിജയിപ്പിച്ചതും ഇങ്ങനെ ഒരു കളക്ഷനിലേക്ക് എത്തിച്ചതും. അത് കഴിഞ്ഞിട്ട് ഫെസ്റ്റിവലിലും സെലക്റ്റായി. അതിന് വളരെ താങ്ക് യു ഓൾ. അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഭയങ്കര വലിയൊരു സ്വീകരണം കിട്ടിയ ARM ഇപ്പോൾ ഗോവയിലേക്ക് പോകണം. നവംബർ 20 മുതൽ 28 വരെയാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. അവിടെ റെഡ് കാർപ്പറ്റിൽ ARM ടീം ഉണ്ടാകുമെന്നതും പറയുന്നു. അടുത്ത പ്രോജക്റ്റ് ആരോടൊപ്പമാണ്, പൃഥ്വിരാജിനൊപ്പമാണെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവസാനിപ്പിക്കുന്നത്. എന്തായാലും